നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളെ, നാളെ മുതലേ നിന്റെ സമയം മാറാൻ പോവാ. നിന്റെ തല വരെ തെളിയാൻ പോവാ. നാളെ മുതൽ നീ ആരാ? പൊന്നാരൻ തോട്ടത്തെ രാജകുമാരിയോ? മുഖത്ത് അടിയുടെ പാട് കാണും. സാരമില്ല, നാളെ മേക്കപ്പ് കുറച്ച് കൂടുതൽ ഇട്ടാ മതി. ഈ പാട് ആരും അറിയില്ല. നല്ല മനസ്സുണ്ടെങ്കിൽ മാത്രം കല്യാണത്തിൽ പങ്കെടുത്താ മതി. അഭിഷേകന്റെ കല്യാണം നാളെ നടന്നില്ലെങ്കിലും പിന്നീട് ഒരിക്കലാണെങ്കിലും നടക്കും. എന്നാ നാളെ സിദ്ധുവിന്റെ കല്യാണം ഒരു കാരണവശാലും മുടങ്ങാൻ പാടില്ല. അതിന് ഞാൻ അനുവദിക്കില്ല. കേട്ടല്ലോ രണ്ടാളും? നീ കരാതിരിക്കുമായി. സാരമില്ല, വിഷമിക്കാതിരിക്കും. കിളവിയാണെങ്കിൽ കൈക്ക് എന്തൊരു ശക്തിയാ. എന്റെ കരണം പൊകഞ്ഞു പോയി കേട്ടാ. നോക്കട്ടെ. ഹരിയേട്ടാ, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി എന്തായാലും സിദ്ധുവിന്റെ കല്യാണം മുടക്കിയേ മതിയാവും. അതെന്റെ വാശിയാ. ഹരിയേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തെ? മുടക്കാം. നമ്മൾ നേരത്തെ നിശ്ചയിച്ച മാർഗം തന്നെ പ്രയോഗിക്കാം. എന്ത് മാർഗം? സിദ്ധുവിനെ മയക്കിക്കിടത്തി കല്യാണം മുടക്കുന്ന പ്ലാൻ. അത് നമുക്ക് നടപ്പിലാക്കാം. ചേച്ചി അകത്തേക്കുന്നു. എന്തായി കാര്യങ്ങള്? എല്ലാവരും ഭംഗി നടക്കുന്നുണ്ടല്ലേ? ആ, അല്ല, കല്യാണ തലേന്നായിട്ട് പരിപാടിയൊന്നുമില്ലേ? ഇല്ലളിയാ. അതെന്തു പറ്റി? നീ അതൊക്കെ നിർത്തിയോ? ഞാനതൊക്കെ നിർത്തി. എന്റെ ലൈഫിൽ ഇനി കള്ളൂടിയില്ല, ചീട്ടുകളിയില്ല, ഒന്നുമില്ല. ഞാൻ ജീവിതത്തെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയടാ. ചേടാ, ഇത് വലിയ അതിശയായിരിക്കുന്നല്ലോ. ഞാൻ പറഞ്ഞത് സത്യമളിയാ. അനീഷ് ഇപ്പോ പുതിയ അനീഷ. ആ, അതെന്തായാലും നന്നായി. കൺഗ്രാചുലേഷൻസ് അളിയാ. താങ്ക്സ് അളിയാ. കേറുവാ അളിയാ, നീ ഇരിക്കേ, ഞാൻ ഇപ്പോ ഓ ശരി. ഏട്ടാ, എന്തു പറ്റി ഏട്ടാ? എന്താ ഇവിടെ ഒന്ന് മാറി നിൽക്കുന്നേ? നാളെ മുതല് ഈ വീട്ടിലൊരാളെനിക്കുണ്ടാവില്ലല്ലോ. ഞാനത് ഓർക്കുകയായിരുന്നു. ആദ്യം ഗോപിക്ക് പോയി, ഇപ്പോ ദേവികയും അഞ്ജിതയും ഒരുമിച്ച് ഇവിടുന്ന് പോവും. പിന്നെ ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉണ്ടാവൂ. ഞാനൊരു നല്ല ആങ്ങളയല്ല, ഒരിക്കലുമല്ല. അനീഷേട്ട് എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ പറഞ്ഞത് സത്യമല്ലേ മഞ്ജു? അനിയത്തിമാർക്ക് വേണ്ടി ഞാൻ ഇതുവരെ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. എനിക്കിതുവരെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ ഈ വീടിന് വേണ്ടി ചെയ്തത് ദേവികയാ. എനിക്കൊന്നും ചെയ്യാൻ സാധിക്കാതെ പോയല്ലോ. എന്തൊരു ജന്മം എന്റേത്. അനീഷേട്ടാ, വിഷമിക്കാതിരിക്കെ. ഏതായാലും
കാര്യങ്ങളൊക്കെ ഒരു കുറവും ഇല്ലാതെ ഭംഗിയായി നടക്കുന്നില്ലേ? ആരും അനീഷേട്ടനെ കുറ്റം പറഞ്ഞിട്ടുമില്ല. പിന്നെന്താ അനീഷേട്ടാ? അനീഷേട്ട സമാധാനിക്ക്. ഞാൻ നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നിന്നെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അനീഷേട്ടാ, അതൊന്നും സാരമില്ല. ഇനി ഒരിക്കലും എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാവില്ല. അനീഷേട്ടാ, മഞ്ജു, ഇന്നുവരെ ഞാൻ നിന്നെ പ്രയാസപ്പെടുത്തിയതിനല്ല. ഇപ്പൊ ഞാൻ മാപ്പ് ചോദിക്കാം. മാപ്പ്. അനീഷേട്ട എന്നോട് മാപ്പ് ചോദിക്കോ? വേണ്ട, അതൊന്നും വേണ്ട. അനീഷേട്ടന്റെ ചീത്ത സ്വഭാവമൊക്കെ മാറ്റി അനീഷേട്ട നന്നായല്ലോ. എനിക്കത് മാത്രം മതി. മഞ്ജു, ഡാ, നീ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഇവിടെ വന്ന് നിൽക്കാണോ? ദേ അങ്ങോട്ട്. അഞ്ജു, അഞ്ജു, എന്താ ഇങ്ങ് വാ. മോളെ, നാളെ മുതലേ നിന്റെ സമയം മാറാൻ പോവാ. നിന്റെ തല വരെ തെളിയാൻ പോവാ. നാളെ മുതൽ നീ ആരാ? പൊന്നാരൻ തോട്ടത്തെ രാജകുമാരിയാ. കേട്ടോ മഞ്ജു, പൊന്നാരൻ തോട്ടത്തെ ബിസിനസ് ഒക്കെ ഭാവിയിൽ ഇവളല്ലേ കൈകാര്യം ചെയ്യാൻ പോകുന്നേ. അഞ്ജിതനോടത്തെ ബിസിനസ് കൈകാര്യം ചെയ്യാൻ പോകുന്നതെന്ന് പൊന്നാരൻ തോട്ടത്തിന് ആരാ അമ്മയോട് പറഞ്ഞേ? അത് പിന്നെ ആര് പറയാൻ? നമുക്കൊന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അവിടുത്തെ ആൺമക്കളിൽ ഏറ്റവും മിടുക്കൻ അഭിഷേക. അതുകൊണ്ട് ബിസിനസിന്റെ കാര്യങ്ങൾ മുഴുവൻ അവനെ ഏൽപ്പിച്ചിരിക്കുക. ഋഷിക്ക് റിസോർട്ടിലും മറ്റുവാ താല്പര്യം. പിന്നെ സിദ്ധുവിന് അത്രയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അവനെ ഒന്നും ഏൽപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ട് സ്വാഭാവികമായും അഭിഷേകം നോക്കുന്ന ബിസിനസിന്റെ മുഴുവൻ ഉത്തരവാദിത്വങ്ങളും അഞ്ജിത ഏറ്റെടുക്കേണ്ടി വരും. അല്ലടി മോളെ? അതെ അതെ, അതമ്മ പറഞ്ഞത് ശരിയാ. ആ, ഇനി അവിടുത്തെ ബിസിനസ്സുകള് അഭിയേട്ടനോടൊപ്പം ഞാൻ തന്നെ നോക്കി നടത്തേണ്ടത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.